പാമ്പെന്ന് കേട്ടാൽ പിന്നെ ആ പരിസരത്തോട്ട് പോകാത്തവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ കോഴിയെയും പശുവിനെയും ഒക്കെ വളർത്തുന്നത് പോലെ രാജവെമ്പാലകളടക്കമുള്ള പാമ്പുകളെ വളർത്തി കോടികൾ സമ്പാദിക്കുന്ന ഒരു ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചൈനയിലെ സെജിയാങ് പ്രവിശ്യയിലെ സിസിക്കിയോ എന്ന ഗ്രാമത്തിലെ ആളുകളാണ് പാമ്പുകളെ കൃഷി ചെയ്യുന്നത്. വർഷം 100 കോടിയോളം രൂപയാണ് ഇവർ ഇത്തരത്തിൽ പാമ്പുകളെ വിറ്റ് സമ്പാദിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. 1980 കാലഘട്ടത്തിൽ യാങ് ഹോങ് ചാങ് എന്ന വ്യക്തിയാണ് പാമ്പ് വളർത്തൽ കൃഷിയുടെ സാധ്യതകൾ മനസ്സിലാക്കി ഈ ഗ്രാമത്തിൽ ആദ്യമായി പാമ്പുകളെ വളർത്താൻ ആരംഭിച്ചത്. പാമ്പുകളെ വളർത്താനായി ഇത്തരത്തിൽ ഇഷ്ടികകൾ കൊണ്ട് കൂട് നിർമ്മിക്കുകയാണ് ആദ്യം ഇവർ ചെയ്യുക. ബ്രീഡിംഗ് സീസണുകളിൽ മാത്രമേ 2 പാമ്പുകളെ ഒരു കൂട്ടിൽ ഒരുമിച്ചിടാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഒരു കൂട്ടിൽ ഒരു പാമ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓരോ വർഷവും 20 മുതൽ 30 മുട്ടകൾ വരെയാണ് ഒരു പാമ്പ് ഇടാറുള്ളത്. ഇത്തരത്തിലിടുന്ന മുട്ടകളിൽ 90% മുട്ടകളും വിരിയാറുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന പാമ്പുകൾക്ക് പ്രധാനമായും തവളകളെയും എലികളെയും മറ്റുമൊക്കെയാണ് ഭക്ഷണമായി നൽകാറുള്ളത്. പാമ്പിന്റെ പ്രായത്തിനനുസരിച്ചാണ് ഇവർ ഭക്ഷണം നൽകുക. ചില പാമ്പുകളെ മരുന്നുകൾ ഉണ്ടാക്കാനായി പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഉപയോഗിക്കാറുണ്ട്. കൂടാതെ പാമ്പുകളെ വൈൻ നിർമ്മിക്കാനായും ഉപയോഗിക്കാറുണ്ടത്രേ. പാമ്പുകളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈനുകൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രാചീന മരുന്നാണത്രേ. ലോകത്ത് പാമ്പുകളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. പൊതുവെ ഇന്ത്യക്കാർക്ക് പാമ്പുകളെ കാണുന്നതേ വെറുപ്പാണെങ്കിലും ചൈന, വിയറ്റ്നാം, തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ പാമ്പെന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന ഭക്ഷണ വിഭവമാണ്.